ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ 14-ാം തീയതി രാത്രി യാത്രയിലായിരുന്നു. അപ്പം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു യാത്രയിലാണ്, എവിടെയാണ് പോകുന്നതെന്ന് ഇപ്പം പറയത്തില്ല, അവിടെ ചെന്നിട്ടേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ കൊച്ചു വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പല്ലും തേച്ച് മുഞ്ഞിയും കഴുകി ഇരിക്കുന്ന ഭാഗമാണ് കേട്ടോ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ റെഡിയായിട്ട്. അങ്ങനെ ഇതാ എൻ്റെ റെയിൽവേ സ്റ്റേഷൻ ലാസ്റ്റ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഞാനവിടെ ഇറങ്ങുന്ന ഭാഗമാണ്. ഇറങ്ങിയിട്ടിതാ അടുത്ത് പുറത്ത് ചാടണ്ടേ, റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ചാടാനായിട്ടുള്ള പോക്കാണ് കേട്ടോ. എല്ലാവരും പോകുന്ന ദിശയിൽ കൂടി ഞാനും പോവുകയാണ്. തെക്കോ വടക്കോ അറിയത്തില്ലല്ലോ. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സ്റ്റേഷൻ അല്ലേ, അങ്ങനല്ലേ? അപ്പോൾ ഇത് പിന്നെ ഞാൻ കടന്നു പോകുമ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം ഇങ്ങനെ തുരുതുരാ കിടപ്പുണ്ട്. അതിൻ്റെ എല്ലാം വീഡിയോ എടുത്തു. അങ്ങനെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലെത്തി അവിടെ ചാടിക്കടന്ന് വരുമ്പോൾ ഇങ്ങനെ കുറേ തെരുവ് തന്നെ പറയുന്ന വഴിയോര കച്ചവടങ്ങളുണ്ട്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എന്നാൽ ചുമ്മാ ഞാൻ വില ചോദിച്ചങ്ങ് പോയി, ഒന്നും മേടിച്ചില്ല കേട്ടോ. ചോദിച്ചങ്ങ് പോയതേ ഉള്ളേ. അങ്ങനെ പോകുമ്പോൾ കുറേ സാധനങ്ങളുണ്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ അതിലേക്കൂടെ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ബസ് സ്റ്റേഷനിലേക്കാണ് എത്തുന്നത് കേട്ടോ. അങ്ങനെ പുറത്ത് ചാടി പിന്നെ എനിക്ക് പോകേണ്ട ബസ്സിൻ്റെ നമ്പറും പ്ലാറ്റ്ഫോം നമ്പറും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ നോക്കി. എന്തുപോലെ എന്തോ ഒരു വലിയ ബസ് സ്റ്റേഷനാണെന്ന് ചോദിച്ചൊന്നും പറയണ്ട കേട്ടോ. കറങ്ങി തിരിഞ്ഞ് ഞാൻ അന്വേഷിച്ച് പോയേ. അപ്പോൾ ഞാൻ ട്രെയിൻ കയറി നാട് വിട്ടത് എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? ബാംഗ്ലൂരിലാണ് വന്നത്. ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി KSR റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ നമ്മുടെ ബസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ബസ് സ്റ്റേഷൻ. അതുകൊണ്ട് നമുക്ക് നല്ല സുഖമാണ്. അതിലെ കൂടെ എന്താ അണ്ടർഗ്രൗണ്ട് എന്താ പറയുന്നത്, ഈ റോഡിൻ്റെ അടിയിൽ കൂടെ കയറി അങ്ങ് വന്നു. അപ്പോൾ ഒരു പൂരിക്കട കണ്ടു. ഞാൻ ചുമ്മാ അവരുടെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തു. ചുറ്റുവട്ടം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരുമാതിരി വലിയ കുഴപ്പമില്ല. ഇതാണ് എൻ്റെ വണ്ടി കേട്ടോ, 293 ES. പിന്നെ അങ്ങനെ വണ്ടിയൊക്കെ മോശമാണെങ്കിലും തിരക്കേടില്ലാത്ത വണ്ടികളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി കേട്ടോ. ഇനി എത്ര സമയമുണ്ടെന്ന് അറിയത്തില്ല, അവിടെ എത്തിയിട്ട് പറയാം. സെറ്റായിട്ട് എനിക്ക് സീറ്റൊക്കെ കിട്ടി. ഇഷ്ടം പോലെ ഇടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നു. അപ്പം നമ്മുടെ ടിക്കറ്റും കിട്ടി. പിന്നെ കാറ്റൊക്കെ അടിക്കുന്നതുകൊണ്ടാണ് സിക്ക് തൊപ്പിയൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത്. വെളുപ്പാങ്കാലം അല്ലേ, കാറ്റ് പിന്നെ പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് അവിടെ ഇരിക്കുമ്പോൾ ഒരു കന്നഡ കുത്തുന്ന ഒരു പെണ്ണിനെ കണ്ടേ. ബാംഗ്ലൂർ ഫ്രണ്ട്. നമ്മൾ പിന്നെ വഴിയെ പോകുന്ന ആരെയും വെറുതെ വിടത്തില്ലല്ലോ, എല്ലാവരോടും കയറി വർത്തമാനം പറയണം. അല്ല പിന്നെ അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഈ ബസ്സിൽ പിന്നെ എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഓരോ സ്റ്റോപ്പുകളും പറയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് എളുപ്പമായി നോക്കിയിരുന്നാൽ മതി. നാഗനഹള്ളി ആയിരുന്നു എനിക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ ആ സ്റ്റോപ്പ് പറയുന്നത് വരെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. അത് എപ്പോൾ പറയുമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് എൻ്റെ ഫ്രണ്ട് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന സമയം കൊണ്ട് അതിലെ വഴിയെ പോയ വണ്ടികളെയും സകല പട്ടിയെ വരെ ഞാൻ പിടിച്ചു. പിന്നെ എന്നെയല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ സ്റ്റേറ്റ് ബസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ നമ്മുടെ നാട്ടിലും ആക്കിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രൈവറ്റ് ബസ്സുകാർ കേട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ചീത്ത പറയും. പിന്നെ ഒരു വണ്ടി മനുഷ്യർ അതിലേ പോകുന്നുണ്ട്, വാട്ടർ വണ്ടി പോകുന്നുണ്ട്, ഒരു വണ്ടി പെൺപിള്ളേർ പോകുന്നുണ്ട്. അങ്ങനെ അവരിവിടെ എത്തി. ഞാൻ അവരുടെ കൂടെ പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ മഠവും പരിസരങ്ങളും ഒക്കെ കേട്ടോ. നല്ല ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാനൊന്ന് ഫ്രഷായിട്ട് വന്നു, പുറത്തൊക്കെ ഇറങ്ങി എല്ലാം ഒന്ന് കാറ്റൊക്കെ കൊണ്ട്. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനങ്ങനെ സെറ്റായിട്ട് എല്ലാം കൂടെയൊക്കെ നടക്കുകയാണ്. ഒന്ന് മൊത്തത്തിൽ കാണാമെന്നൊക്കെ വിചാരിച്ചേ. എല്ലാം ഞാൻ മ്യൂട്ടാക്കിയിട്ടിരിക്കുകയാണ്. പറയുന്നിടത്തൊക്കെ കാറ്റും അതും ഇതൊക്കെ വന്നുകൊണ്ട് ഞാൻ നേരിട്ട് പറഞ്ഞതൊക്കെ ഓഫാക്കിയിട്ടേക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വിശേഷം. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരിയുടെ കെയർ ഓഫിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഞാൻ അങ്ങനെ ഇവിടെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് വന്നതേ ഉള്ളൂ. ബാംഗ്ലൂരൊക്കെ കാണാൻ കുറേ വർഷം 90-ലൊന്ന് വന്നതാണ് ബാംഗ്ലൂർ. അത് ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നതും ഒരു ക്യാമ്പിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതാണ് അവരുടെ വീടും പരിസരവും ഒക്കെ. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇങ്ങനെ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് തിരിച്ചെത്തുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ. അടുത്ത വീഡിയോസൊക്കെ കാണിക്കാം. പിന്നെ ബൈ.